മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായ 10ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തിരുവാലി എറിയാടാണ് RRT അംഗങ്ങൾ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നികളെ വെടിവെക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു. ഹയാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി ആൻഡ് ചങ്ങരംകുളം. Celebration never ends. തിരുവാലി പഞ്ചായത്തിലെ എറിയാട് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു. കൃഷിക്കും മനുഷ്യജീവനും വരെ കാട്ടുപന്നികൾ ഭീഷണിയായതോടെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും കർഷകരും തിരുവാലി പഞ്ചായത്തിനെ സമീപിച്ചു. തുടർന്നാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് അനുമതി നൽകിയത്. കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി വളർന്നുവരുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർഷകർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് തോക്ക് ഉടമകളായിട്ടുള്ള ഷാൻ ഉൾപ്പെടെയുള്ള ടീം, ഒരു RRT ടീമാണ് ഇന്നലെ രാത്രി എറിയാട് പെട്രോൾ പമ്പിന് സമീപത്തുമുള്ള കൃഷിയിടങ്ങളിൽ ഉള്ള കാട്ടുപന്നികളെ 10ഓളം വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. അനുമതി ലഭിച്ചതോടെ 10ഓളം വരുന്ന കാട്ടുപന്നികളെ RRT അംഗങ്ങൾ വെടിവെച്ചു കൊന്നു. കളത്തിങ്ങൽ നവാസ് ഷെരീഫിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചത്. എറിയാട് സ്വദേശി KP ഷാന്റെ നേതൃത്വത്തിലുള്ള അലി നെല്ലേങ്ങര മങ്കട, VJ തോമസ് മങ്കട, ദേവകുമാർ വരിക്കത്ത്, പെരിന്തൽമണ്ണ എന്നിവരടങ്ങിയ സംഘമാണ് വെടിവെച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ KP ഭാസ്കരൻ, സജീഷ് അല്ലേക്കാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് പ്രദേശത്തെ കർഷകരുടെ നേതൃത്വത്തിൽ വനപാലകരുടെ അനുമതിയോടെ പന്നികളുടെ ജഡങ്ങൾ സംസ്കരിച്ചു. കേരള വിഷൻ, നിലമ്പൂർ.